വെറുതെ ഇവനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. എനിക്കിന്നൊരാളുടെ പ്രോഗ്രാം കാണാൻ പോകാനുണ്ട്. നേരെ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ആൾ പേടിച്ചിറണ്ടി ഇരിക്കുക എൻ്റെ ധാരണ പാടെ മാറ്റിക്കൊണ്ടതാ ഫുൾ കോൺഫിഡൻസിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ മഹാൻ്റെ പരിപാടി കാണാനാണ് ഞാൻ വണ്ടി എടുത്ത് വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തിനു പേടി, ആരെ പേടി? ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ ഇവരെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. നല്ലത് കണ്ടാൽ എവിടെ നിന്നാണെങ്കിലും സ്വീകരിക്കാം. അതിനിപ്പോൾ പ്രായമോ വലിപ്പച്ചെറുപ്പോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബഹുമാനം എന്ന് പറയുന്ന സാധനം പ്രായത്തിനും പദവിക്കും അനുസരിച്ച് കൊടുക്കുന്നതിന് പകരം അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം ഏറെ വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയതുപോലെ ഒരുപാട് പ്രോഗ്രാം സ്റ്റേജിൽ നടക്കുന്നുണ്ട്. ഈ മക്കളുടെ ഡാൻസൊക്കെ കാണുമ്പോൾ എനിക്ക് പഴയ എന്നെ ഓർമ്മ വന്നു. നമ്മുടെ പണ്ടത്തെ മാങ്ങവറിയും ചളി കുത്തൊന്നുമല്ല, ഇവരൊക്കെ വേറെ ലെവലാ. ഇടയ്ക്ക് ഇവൻ്റെ ഓവർ കോൺഫിഡൻസ് കണ്ടിട്ട് ഞാനും ചേച്ചിയും ചെറുതായി ഒന്ന് പേടിച്ചു. ശരിക്കും കുഞ്ഞുമക്കളുടെ ടീച്ചേഴ്സിനെ സമ്മതിക്കണമല്ലേ? ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന പ്രായത്തിൽ ഇത്ര അച്ചടക്കത്തോടെ ഇവരെ ചേർത്ത് നിർത്തുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ശരിക്കും കുഞ്ഞു മനസ്സിനെ പാകപ്പെടുത്തി നല്ലൊരു നാളേക്ക് വേണ്ടി കൈപിടിച്ച് നടത്തുന്നതിൽ ടീച്ചേഴ്സിന് വലിയൊരു പങ്കുണ്ട്. അതിന് വെറും ടീച്ചർ മാത്രം ആയാൽ പോരാ. ഈ കാര്യം ഞാൻ കണ്ടുപഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. പണ്ട് നഴ്സറിയിൽ പഠിപ്പിച്ച മക്കൾ 10th 12th ഒക്കെ പാസ്സായിട്ട് അമ്മയെ ഓർത്ത് വിളിച്ചിട്ട് ടീച്ചറെ എനിക്ക് ഫുൾ A+ ഉണ്ടെന്ന് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് കാണുന്ന സന്തോഷത്തിൽ നിന്നും എനിക്ക് വായിക്കാൻ പറ്റും. അവർക്ക് എൻ്റെ അമ്മ വെറും ടീച്ചർ മാത്രമായിരുന്നില്ല, ഒരമ്മയും കൂടെ ആയിരുന്നെന്ന്. അങ്ങനെതാ ഇവൻ്റെ ഡാൻസൊക്കെ അവൻ്റെ കോൺഫിഡൻസ് പോലെ തന്നെ ഗംഭീരമായിട്ടുണ്ട്.